ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊട്ടുകടല കൊണ്ട് എങ്ങനെ ഒരു ചമ്മന്തി അരയ്ക്കാമെന്നാണ് നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം മാത്രമല്ല, ചപ്പാത്തി പൂരിയുടെ ഒക്കെ കൂടെയും നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അത് ചൂടാവുമ്പോഴത്തേക്കിനും ഇച്ചിരി മൂങ് ദാൽ, അത് ഓപ്ഷനിലാണ്, ഇല്ലേച്ച ഇടണ്ട. പിന്നെ നമ്മളുടെ പൊട്ടുകടല അതൊരു 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ അതിനകത്തേക്ക് 2 ചെറിയ ഉള്ളി, 4-5 വെളുത്തുള്ളിയായി, ഒരു ചെറിയ കഷ്ണം പുളി, എരിക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കടലയെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയൊന്ന് വറുത്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടും നന്നായിട്ട് ഇളക്കി ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മളൊരല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് നന്നായി ആറിക്കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിനകത്ത് വെള്ളം ചേർക്കാതെ നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ചത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറേ നാളത്തേക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. പിന്നെ ചട്നി വേണ്ടപ്പം ശകലം എടുക്കുക. അതിനകത്ത് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ചട്നി ആയി കിട്ടും. നമുക്കിത് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പൂരി എന്നിവയുടെയൊക്കെ കൂടെ തന്നെ ഉപയോഗിക്കാനും സാധിക്കും. ഇഷ്ടമായിച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.